ആരെയും ചതിക്കാനോ ഒന്നുമല്ല. അപ്പോൾ ഈ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഈ ചെയ്തത് മുഴുവൻ തെറ്റാണ്. പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ പാടില്ല. അവൻ എന്തും കുന്നും കരഞ്ഞ് കണ്ണുനീര് കുടിച്ച് പോകണം. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോൺ എടുത്തത്? ലോൺ എടുത്തത്? അവന് ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. സോ ഹലോ, ഇറ്റ്സ് മീ ഫാത്തിമ ഷമീർ. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മേ ബി കുറച്ച് പേർക്ക് സന്തോഷവും കുറച്ച് പേർക്ക് സങ്കടവും ചിലപ്പം നൽകാമായിരിക്കും എൻ്റെ ഒരു വീഡിയോ. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ സന്തോഷം ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് സന്തോഷം കിട്ടുന്ന കുറേ ആളുകളോട് പ്രത്യേകമായിട്ട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ എനിക്ക് പഠിച്ചാൽ അതിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കൂലിയെങ്കിലും കിട്ടും. കുറച്ച് പേർക്ക് സന്തോഷം കൊടുത്തില്ലേ, അതുകൊണ്ട്. ഓക്കെ, എനിവേ, എന്തായാലും എനിക്ക് സംസാരിക്കാനുള്ളത് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയെ കുറിച്ചിട്ടാണ്. കാരണം ഞാൻ അതിൻ്റെ ഒരു പാർട്ട്ണറാണ്, ഹൈ റിച്ചിൻ്റെ ഒരു പാർട്ട്ണറാണ്. ഇപ്പോൾ സെക്ഷൻ കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈ റിച്ചിൻ്റെ ഭാഗമായിട്ട് ഹൈ റിച്ചിനെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കേസ് സെക്ഷൻ കോർട്ടിൽ പരാജയപ്പെട്ടു. ആദ്യം സങ്കടം തോന്നി എങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ വളരെ കറക്റ്റാണ്. കാരണം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു തടസ്സമാണ്. അത് ഞാനിപ്പോൾ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു വലിയ വീട് പണിയുന്നു അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് പണിയുന്നു, ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്? ഒരു കല്ല് പണിക്കാരൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട പണിക്കാരൻ അല്ലെങ്കിൽ മൈക്കാട് പണിക്കാരൻ എന്ന് തന്നെ പറയാം. അവനില്ലെന്നുണ്ടെങ്കിൽ അത് പണിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം അപ്പോൾ ആരുടെയൊക്കെ ജോലി പോയി? കോൺട്രാക്ടറുടെ ജോലി പോയി, എഞ്ചിനീയറുടെ ജോലി പോയി, ഇല്ലേ? ഇതെല്ലാം പോയില്ലേ? അപ്പോൾ അവനെന്തിനാണ് ഈ രാവന്തിയോളം വെയിൽ കൊള്ളുന്ന? എന്തിനാണ്? അവൻ്റെ കുടുംബത്തെ 3 നേരം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവന് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കാറോ വീടോ ബംഗ്ലാവോ ഒന്നും ആഗ്രഹങ്ങളില്ല. അവൻ്റെ ഫാമിലിക്ക് ഫുഡ് 3 നേരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ അവനുള്ളൂ. ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ എന്താണ് ചെയ്തത്? ഈ കുറേ പാവപ്പെട്ടവനെ കുറച്ച് റിച്ചാക്കാൻ ശ്രമിച്ചു. അതിൽ ഒരർത്ഥത്തിൽ 90% വിജയിച്ചു ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ. കാരണം കുറേ പാവപ്പെട്ടവരെ സംരക്ഷിച്ചു, അവരെ കുറച്ച് റിച്ചാക്കി മാറ്റി. അത് നമ്മുടെ ഡെവലപ്മെൻറ്റിനെതിരാണ്. കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ദരിദ്രവാസികൾ ഉണ്ടെങ്കിലേ എല്ലാ കാര്യവും നടക്കുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ മൈക്രോ ഫിനാൻസ് കമ്പനീസ്, ബാങ്ക്, ഇവരൊക്കെ കട്ടിപ്പലിശയ്ക്ക് എമൗണ്ട് കൊടുക്കുന്ന ആർക്കാണ്? റിച്ച് ആയിട്ടുള്ള ആളുകൾക്കാണോ? അല്ല, ഇങ്ങനത്തെ ദരിദ്രവാസികൾ ഉള്ളത് കൊണ്ട് അവരാണ് അത് പോയി ഏറ്റെടുക്കുന്നത്. അവസാനം അവർക്കതില്ല, അടയ്ക്കാനും ആവാതെ അവരുടെ വീടും ഏറ്റെടുത്തുകൊണ്ട് പോകാം. ഇതൊക്കെ നമുക്ക് ലാഭമുള്ള കേസാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പാവപ്പെട്ടവൻ്റെ വീടും പോയി, വണ്ടിയും പോയി. അപ്പോൾ കുറേ പേര് സന്തോഷിക്കാനും ഉണ്ടാവും. കാരണം പാവപ്പെട്ടവൻ ഇന്നും പാവപ്പെട്ടവനായിരിക്കണം. അവന് കരഞ്ഞും കണ്ണുനീര് കുടിച്ചും 2 അറ്റം കൂട്ടി മുട്ടിക്കാൻ പാടുപെട്ടും മക്കൾക്ക് കഴിക്കാൻ ഫുഡ് കൊടുക്കാൻ പോലും സങ്കടപ്പെട്ടും നടക്കേണ്ടവനാണ്. അവനൊന്നും ഉയർച്ചയിൽ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ കൂടെ ഈ പാവപ്പെട്ടവനാണ് സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഉയർന്നാൽ കുറേ പേര് നാട്ടിലായിക്കോട്ടെ അവൻ കരഞ്ഞ് സങ്കടപ്പെട്ട് നടക്കേണ്ടവനാണ്. അവന് കാറിൽ കയറി റിസോർട്ടിൽ പോയി അടിച്ചു പൊളിച്ചു, അതായത് കണ്ണുനീര് വീഴേണ്ട സമയത്ത് അവൻ്റെ ലിപ്സിൽ ചിരി വരാനായിട്ട് പാടില്ല. അപ്പോൾ കുറേ പേര് ശത്രുക്കളാവും, അല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ ശത്രുക്കളാവും. അപ്പോൾ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പ് ഇതെല്ലാം തെറ്റാണ് ചെയ്യുന്നത്. പാവപ്പെട്ടവനെ ഉയർത്തി ഒന്ന്. രണ്ടാമത്, ഈ പാവപ്പെട്ടവൻ ഇല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ കമ്പനീസ് ഒന്നും ഓടില്ല. മൂന്നാമത്, പോവർട്ടി നിലനിന്നില്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്സ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നു, കുറേ പാവപ്പെട്ടവർ പോയി അവരോട് ചെന്ന് എന്നെ സംരക്ഷിക്കണം, ലൈഫ് പദ്ധതി, ഗവൺമെൻറ് ഒരു പദ്ധതി ഇടുന്നത് എന്തിനാണ്? ഈ പാവപ്പെട്ടവനുള്ളത് കൊണ്ടല്ലേ, അല്ലേ? അതിൽ അവന് നല്ല പോലെ 2 ലക്ഷം രൂപ വീടിന് കിട്ടി, അതിനകത്തുനിന്ന് 50,000 രൂപ പോക്കാണ്. അത് ചോദിക്കുമ്പോൾ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ നീണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ ഈ പാവപ്പെട്ടവൻ്റെ കഞ്ഞി വാരി അതിൽ നിന്നും രക്ഷപ്പെടുന്ന കുറേ പേരും ഉണ്ട്. നന്മ ഒരുപാടുണ്ട് കേട്ടോ. ഞാനതിനെ മറച്ചു പിടിച്ചിട്ടല്ല പറയുന്നത്. എനിക്കൊരു സാധാരണ രീതിയിൽ തോന്നിയതാണ്. ആരെയും ചതിക്കാനോ ഒന്നുമല്ല. അപ്പോൾ ഈ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഈ ചെയ്തത് മുഴുവൻ തെറ്റാണ്. പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ പാടില്ല. അവൻ എന്തും കുന്നും കരഞ്ഞ് കണ്ണുനീര് കുടിച്ച് പോകണം. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോൺ എടുത്തത്? അവന് ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. സ്വന്തം മക്കളുടെ ആഗ്രഹങ്ങൾ, ഇപ്പോഴത്തെ മക്കൾ അറിയാമല്ലോ, ഒരുപാട് വിശ്വാസമുള്ളവരാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അതും അതിയായ ആഗ്രഹങ്ങളല്ല, അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്താൻ, എഡ്യൂക്കേഷണൽ ആയിട്ട് അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് ആണ് ഈ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തു പോകുന്നത്, അല്ലേ? മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, പേരൻസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എടുത്തു പോകുന്നവൻ അവസാനം പെട്ടു, അല്ലേ? അപ്പോൾ എൻ്റെ ലൈഫിലും
അത്യാവശ്യം എഡ്യൂക്കേഷനുണ്ട്, അത്യാവശ്യം ലാംഗ്വേജുകളൊക്കെ സംസാരിക്കാൻ അറിയാം. എങ്കിൽ പോലും ഞാനൊരു സാമ്പത്തിക ഫ്രീഡം എന്താണെന്നറിഞ്ഞത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 1.5 വർഷം കഷ്ടിച്ച് നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും എമൗണ്ട് ഫ്രീസിങ് ആയി, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിങ് ആയി. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഫിനാൻഷ്യലി ഒരു ഫ്രീഡം, ഒരു സന്തോഷം ഒക്കെ മനസ്സിലാക്കി വന്നത്. അതുകൊണ്ട് തന്നെ കുറേ ആളുകളെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമാക്കി. ഇപ്പം പെട്ടു. നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ സ്നേഹിച്ചവരെയാണ് നമ്മൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചത്. അവരെ ഇപ്പം നമ്മൾ എന്തോ ചതിക്കുഴിയിൽ പെടുത്തിയ പോലെ ആയി. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണ്? ഹൈറിച്ചിൻ്റെ MD ആണോ? അല്ലല്ലോ. കാരണം ഇവർ തന്നെ. അപ്പം ഞാൻ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത് അവർ ഏതൊരു കമ്പനിയും പൊട്ടുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റ് സെക്ഷനോ അതിൻ്റെ MDയോ CEO ഒക്കെ കാശും കൊണ്ട് മുങ്ങുന്ന സമയത്താണ് ആ കമ്പനി പൊട്ടിപ്പോകുന്നത്. ഇതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അവരെക്കുറിച്ച്, അവർക്ക് എന്നെ അറിയില്ലെങ്കിലും എങ്ങനെയായാലും എനിക്ക് അവരെ എന്തോ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് പോലെ തോന്നി. അവരെക്കുറിച്ച് പഠിച്ച സമയത്ത് ഞാൻ ചിന്തിച്ചത് ഹൈറിച്ചിൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഇതിൽ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് മണി ചെയിനാണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് പാവപ്പെട്ടവരെയൊക്കെ കൂടെ കൂട്ടി. ഇപ്പോൾ അവരെ തന്നെയാണ് ഇപ്പോഴും ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ നെട്ടോട്ടം ഓടുന്നത്. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. നന്മ ചെയ്യുന്നവൻ സത്യവാൻ്റെ കൊട്ട എന്നും കടലിലായിരിക്കുമെന്ന് പണ്ടേതോ. പക്ഷേ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് എന്തായാലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിലനിന്നാൽ കേരളത്തിൽ പോവർട്ടി ഇല്ലാതാവും. കുറേ ആളുകൾ സംരക്ഷിക്കപ്പെടും. അവരുടെ കണ്ണുനീര് മാറി അത് നമ്മൾ വീഡിയോസ് പലത് കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുനീര് മാറി അവരുടെ ഫേസിൽ ഒരു സന്തോഷം വരും. അത് വരാൻ പാടില്ല. അത് നമ്മുടെ സെക്ഷൻ കോർട്ട് ജഡ്ജിക്ക് വരെ അറിയാം, അല്ലേ? എന്നിട്ടും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആണ് ജെനുവിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ പോവർട്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ സങ്കടപ്പെട്ട് കഴിയേണ്ട ഒരു സമൂഹം കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നിലനിന്ന് പോകുന്നത്. പൊളിറ്റിക്സ് ആയിക്കോട്ടെ,